സംസ്ഥാനത്ത് 3 ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം സ്വദേശിനിയായ 52-കാരിയുമാണ് മരിച്ചത്. ചികിത്സയിലുള്ള 10 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ 24-നോട് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഗുരുതരാവസ്ഥയിലായ ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമായ മകൻ മരിച്ചത്. കഴിഞ്ഞ 28 ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. കുട്ടി വരുന്നപ്പോൾ തന്നെ അബോധാവസ്ഥയിലാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അതേ ദിവസം തന്നെ വെന്റിലേറ്ററിലും പീഡിയാട്രിക് ICUവിലാണ്. അതിൽ പീഡിയാട്രിക് ICUവിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ICU ആണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനം തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയാണ് വെന്റിലേറ്ററിൽ നമ്മൾ ആക്കേണ്ടി വന്നത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വളരെ കുറവുള്ള ഒരവസ്ഥയിൽ ഇൻറ്റൻസീവായിട്ടുള്ള കൊടുക്കാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കിയിരുന്നത്. ശനിയാഴ്ചയാണ് മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിനി റംല മരിച്ചത്. 52 വയസ്സായിരുന്നു. 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 2 പേഷ്യൻസ് വളരെ ബാഡാണ്. ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുള്ള പേഷ്യൻസാണ്. ഒരാൾക്ക് ലിവർ ഭയങ്കര പ്രശ്നമാണ്. അതിൽ തന്നെ ഒരു മാലിഗ്നൻസി പോലെയൊക്കെ സസ്പെക്ട് ചെയ്യുന്നുണ്ട്. മറ്റേ പേഷ്യൻ്റ് വീണ് ഫ്രാക്ചർ CSF റൈനോറിയുള്ള പേഷ്യൻസാണ്. അപ്പോൾ അവർ 2 പേരും വെന്റിലേറ്ററിലാണ്. സാധ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് രോഗികൾക്ക് നൽകി വരുന്നതെന്ന് വിദഗ്ധ സംഘം അറിയിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.